ശ്യാമാംബരം ഇന്നത്തെ എപ്പിസോഡിൽ നക്ഷത്ര മായയെ ഫോൺ ചെയ്തിട്ട് വസുന്ധര മാഡം അവിടേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു. നാളെ ആഭരണ പൂജയാണ്, എൻ്റെ പ്രസൻസ് അവിടെ വേണമെന്ന് പറഞ്ഞു എന്ന് നക്ഷത്ര പറയുകയാണ്. അന്നേരം സ്പീക്കറിൽ ഫോൺ ഇടുമ്പോൾ ജഗന്നാഥൻ ദേഷ്യപ്പെടുന്നുണ്ട്. നീ അവിടെ പോകണ്ട, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ചെല്ലാമെന്ന് സമ്മതിച്ചു എന്ന് നക്ഷത്ര പറയുകയാണ്. തുടർന്ന് ജഗന്നാഥൻ ദേഷ്യപ്പെടുമ്പോൾ മായ പറയുകയാണ് അവൾ പൊയ്ക്കോട്ടെ, നക്ഷത്രയുടെ പ്രസൻസിലെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ നക്ഷത്രയായിരിക്കും അവിടെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ അഖിലുമായി കൂടുതൽ ഇഴുകിച്ചേരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നക്ഷത്ര പോയിട്ട് വാ എന്ന് നക്ഷത്രയോട് പറയുകയാണ് മായ. എന്നാൽ ജഗന്നാഥൻ്റെ ആ ദേഷ്യത്തോടെയുള്ള സംസാരവും ഭരണവുമൊന്നും നക്ഷത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. തുടർന്ന് പിറ്റേന്ന് രാവിലെ പൂജാമുറിയൊക്കെ ഒരുക്കുന്ന അമൃതയോട് ഐശ്വര്യ വന്ന് സംസാരിക്കുന്നുണ്ട്. പഴയ ആചാരങ്ങൾ പോലെ കാര്യങ്ങൾ നടന്നാൽ പോരെ, കല്യാണത്തിന് മുമ്പ് വരൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പെണ്ണ് വരുന്നത് നല്ലതല്ലല്ലോ എന്നൊക്കെ. കാരണം നക്ഷത്ര അവിടേക്ക് വരുന്നത് ഐശ്വര്യയ്ക്ക് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. ഈ കല്യാണം എങ്ങനെയും മുടക്കണം എന്നുള്ള ചിന്തയിലാണ് ഐശ്വര്യയും. അന്നേരം അമൃത പക്ഷേ അതിനെ എതിർത്ത് സംസാരിക്കുകയാണ് ഐശ്വര്യയോട്. പഴയ കാലങ്ങൾ പോലെയല്ല, സ്ത്രീക്ക് പുരുഷനൊപ്പം സ്ത്രീയും നിൽക്കണം എന്നൊക്കെ മിസ് കേരള വേദിയിൽ നിന്നും പ്രസംഗിച്ച പഴയ ഐശ്വര്യയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അമൃത ചോദിക്കുന്നുണ്ട്. പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ പാടല്ലേ? ഇതുപോലുള്ള പഴയ ആചാരങ്ങളുള്ള വീട്ടിലേക്ക് പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നാൽ ആളുകൾ എന്തു പറയും? പെണ്ണ് കാണൽ മാത്രമല്ലേ നടന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഐശ്വര്യ. അതിൽ കാര്യമില്ല, എല്ലാവരും ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് അമൃതയും ചോദിക്കുകയാണ്. അന്നേരം ഐശ്വര്യ പറയുന്നുണ്ട് നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇവിടുത്തെ ആചാരങ്ങളിലൊക്കെ എന്തിനാണ് പങ്കെടുപ്പിക്കുന്നത് എന്നൊക്കെ അങ്ങ് നക്ഷത്രയെ എതിർത്ത് സംസാരിക്കുകയാണ് ഐശ്വര്യ. അതേസമയം അവിടേക്ക് ഇതൊക്കെ കേട്ടുകൊണ്ടുവന്ന ലക്ഷ്മി അപ്പച്ചിയും ഐശ്വര്യ അനുകൂലിച്ച് സംസാരിക്കുകയാണ്. അഖിലിൻ്റെ ഭാര്യയെ വരുന്നവളെ ആദ്യം നിലവിളക്ക് കൊടുത്താണ് സ്വീകരിക്കേണ്ടത്, അങ്ങനെ അന്ന് കല്യാണം കഴിഞ്ഞ ശേഷമാണ് വരേണ്ടത്, ഇപ്പോൾ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല എന്നൊക്കെ ലക്ഷ്മി അപ്പച്ചിയും ഐശ്വര്യയുടെ അനുകൂലമായിട്ട് സംസാരിക്കുകയാണ്. ലക്ഷ്മി അപ്പച്ചിയുടെ ആ സംസാരത്തിൽ ഐശ്വര്യ സന്തോഷിക്കുന്നുണ്ട്. അതാ കേട്ടില്ലേ അപ്പച്ചിയും പറയുന്നത്, ഇനിയിപ്പോൾ വിവാഹം നടന്നില്ലെങ്കിൽ ഈ വരുന്ന ഇതും കൂടി നാണക്കേടാവില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുകയാണ്. അന്നേരം എന്താ വിവാഹം നടക്കാത്തതെന്ന് അമൃത തിരക്കുന്നുണ്ട്. ഇന്നത്തെ കാലമല്ലേ, പെൺകുട്ടികളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുകയാണ്. തുടർന്ന് കുറേ നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അവസാനം അമൃത പറയുകയാണ് ഇതിപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഐശ്വര്യയെ കൂട്ടിക്കൊണ്ട് വരുന്ന പോലെയാണല്ലോ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അമ്മ നക്ഷത്ര ഈ ചടങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു, അതുപോലെ നടക്കുമെന്ന് അമൃത പറയുന്നു. വന്ന് കയറുമ്പോൾ അറിയാം ഓരോരുത്തരുടെ യഥാർത്ഥ സ്വഭാവമെന്ന് അമൃതയെ ഒന്ന് നോക്കി പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്നും പോവുകയാണ്. അന്നേരം ലക്ഷ്മി അപ്പച്ചിയോട് അമൃത പറയുന്നുണ്ട് അപ്പച്ചിയും ഐശ്വര്യയുടെ കൂടെ കൂടിയല്ലേ എന്ന്. അന്നേരം കൂടിയില്ലെങ്കിൽ അവൾ എന്നെ പരമാവധി ദ്രോഹിക്കുമെന്ന് പറയുകയാണ് ലക്ഷ്മി അപ്പച്ചി. തുടർന്ന് അമൃത ചോദിക്കുകയാണ് നക്ഷത്ര ഇന്ന് ഈ വീട്ടിലേക്ക് വരുന്നതിൽ ലക്ഷ്മി അപ്പച്ചിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന്. അന്നേരം അപ്പച്ചി പറയുകയാണ് അവളേക്കാൾ സൗന്ദര്യവും പത്രാസും ഒക്കെയുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുന്നുള്ള അസൂയയാണ് ഐശ്വര്യയ്ക്ക്, അല്ലാതെ വേറൊന്നുമല്ല, എനിക്ക് നേരഭിപ്രായമേ ഉള്ളൂ എന്ന് ലക്ഷ്മി അപ്പച്ചി സമ്മതിക്കുകയാണ്. തുടർന്ന് ആഭരണ പൂജയ്ക്കുള്ള ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കുന്ന വസുന്ധരയോട് ആനന്ദവർമ്മ ഒന്ന് തിരക്കുകയാണ് ഇതൊക്കെ ഇപ്പോഴേ എന്തിനാ എടുത്തു വയ്ക്കുന്നതെന്ന്. അന്നേരം വസുന്ധര പറയുകയാണ് ആനന്ദേട്ടൻ ഓർമ്മയുണ്ടോ, അന്ന് ഇതെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് വന്നതെന്ന്. അന്നേരം ആനന്ദവർമ്മ കളിയാക്കുകയാണ് അന്ന് നിനക്ക് ഗോതമ്പിൻ്റെ നിറമായതുകൊണ്ട് അണിഞ്ഞിരുന്ന ആഭരണങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്. തുടർന്ന് അതൊക്കെ നോക്കിയിട്ട് ആനന്ദവർമ്മ പറയുന്നുണ്ട് അന്ന് ഞാൻ ഒറ്റ മോനായതുകൊണ്ട് ഇതെനിക്ക് സ്വന്തമായി എന്ന്. അന്നേരം വസുന്ധര പറയുകയാണ് ഐശ്വര്യയും അമൃതയും ഒക്കെ ഇത് അണിഞ്ഞുകൊണ്ടാണ് വിവാഹവേദിയിലേക്ക് എത്തിയത്, ഇനിയിപ്പോൾ അഖിലിൻ്റെ ഭാര്യയ്ക്ക് ഇത് സ്വന്തമാണെന്ന്. തുടർന്ന് ഇനി എന്താ ചടങ്ങുകളൊക്കെ എന്ന് ആനന്ദവർമ്മ തിരക്കുമ്പോൾ ആഭരണ പൂജയും പിന്നീട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതും വിസ്മയുടെ പാട്ടിനെ പറ്റിയും ഒക്കെ പറയുകയാണ് വസുന്ധര. വസുന്ധരയുടെ സന്തോഷമൊക്കെ കണ്ട് ആനന്ദവർമ്മ പറയുന്നുണ്ട് ഇത്രയും നാൾ നീ ചേർത്ത് പിടിച്ച നിന്റെ മകൻ ഇപ്പോൾ മറ്റൊരു പെണ്ണിന് സ്വന്തമാകാൻ പോവുകയാണെന്ന്. അന്നേരം സങ്കടം വരുന്നെങ്കിലും വസുന്ധര കണ്ണു തുടച്ച് പറയുന്നുണ്ട് അത് ഉൾക്കൊള്ളാനായിട്ട് ഞാൻ തയ്യാറായി കഴിഞ്ഞു എന്ന്. അതേസമയം റൂമിലെ കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ വെച്ച് തൊഴുത ശേഷം ഇരിക്കുന്ന ശ്യാമയോട് വിസ്മയ തൻ്റെ ടെൻഷൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ്, ഓർക്കസ്ട്രയുടെ കൂടെ ഇരുന്ന് നീ എങ്ങനെ പാടും, എനിക്ക് ചുണ്ടനക്കിയാൽ മതി, നിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കില്ലേ എന്നൊക്കെ തൻ്റെ ടെൻഷൻ വിസ്മയ ശ്യാമയോട് പറയുന്നുണ്ട്. അന്നേരം ഞാൻ അവരുടെ കൂടെ ഇരുന്നോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം, എന്നെ ആരും തിരിച്ചറിയില്ല എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. പിടിക്കപ്പെട്ടാൽ എല്ലാം ഇന്നത്തോടെ അവസാനിച്ചു എന്ന് വിസ്മയ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ഇല്ല ഒരിക്കലുമില്ല, നമ്മുടെ കൂടെ ഭഗവാൻ കൃഷ്ണനുണ്ടെന്ന്. അന്നേരം ഈ കള്ളത്തരത്തിന് ഭഗവാൻ കൃഷ്ണൻ കൂട്ടു നിൽക്കുമോ എന്ന് വിസ്മയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്.
ഇതൊക്കെ കേട്ടിട്ട് അരുന്ധതി വിസ്മയെ വഴക്കു പറയുകയാണ്. മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ കൂടി നീ നശിപ്പിക്കാതെ ഇരിക്കെ. എന്നിട്ട് ശ്യാമയോട് പറയുകയാണ്, നിന്റെ ചുരിദാറും തട്ടവും കണ്ണടയും ഒക്കെ അപ്പുറത്ത് വച്ചിട്ടുണ്ട്, നീ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാന്നും പറഞ്ഞ് ശ്യാമയെ പറഞ്ഞയക്കുകയാണ് അരുന്ധതി. തുടർന്ന് ശ്യാമ പോയ ശേഷം ബാഗിൽ നിന്നും ഒരു ബോട്ടിൽ എടുത്ത് കാണിച്ചിട്ട് അരുന്ധതി പറയുകയാണ്, ഇന്നത്തോടുകൂടി നക്ഷത്രയുടെ ശല്യം അവസാനിക്കും. ഡ്രൈവറെ വിട്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ്. ഇതിൽ നിന്നും ഒരു 5 തുള്ളി അകത്ത് ചെന്നാലായിട്ട് മദ്യപിച്ചതുപോലെയായിരിക്കും പിന്നെ പെരുമാറ്റവും പ്രവൃത്തിയുമൊക്കെ. അതോടെ നക്ഷത്രയുടെ കാര്യം പോക്കാണെന്ന് അരുന്ധതി വിസ്മയോട് പറയുകയാണ്. പിന്നീട് ഭ്രാന്തമായ അവസ്ഥയിലായിരിക്കും പെരുമാറുന്നത്. ആരോടാണ് എന്താണ് പറയുന്നതെന്നോ ഒന്നും അറിയില്ല എന്ന് അരുന്ധതി പറയുമ്പോൾ, അതിനിത് മമ്മി ഉപയോഗിച്ചിട്ടുണ്ടോ ഇത്രയൊക്കെ അറിയാനായിട്ടെന്ന് വിസ്മയ ചോദിക്കുകയാണ്. അന്നേരം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്, കൂടുതൽ ഇത് ഉള്ളിലേക്ക് ചെന്നാൽ പേ പിടിച്ച പട്ടിയെപ്പോലെയായിരിക്കും പെരുമാറുന്നത് എന്ന് അരുന്ധതി പറയുകയാണ്. 5 തുള്ളിയിൽ കൂടുതൽ ചേർക്കരുത്, നീ തന്നെ ഇത് ചെയ്യണമെന്ന് പറയുകയാണ്. അന്നേരം എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ആദ്യം വിസ്മയം പറയുന്നുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി നീ ഇത് ചെയ്തേ മതിയാകൂ. നക്ഷത്ര കുടിക്കുന്ന കാപ്പിയിലോ ചായയിലോ ജ്യൂസിലോ എന്തെങ്കിലും ഇത് ചേർക്കണം. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്ന് അരുന്ധതി വിസ്മയോട് പറയുകയാണ്. ആ ബോട്ടിൽ വിസ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അരുന്ധതി പറയുകയാണ്, നക്ഷത്ര ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നമുക്ക് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇത് കുടിച്ച ശേഷം ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ആ ഒരു ഗ്യാപ്പിൽ നിന്റെ പ്രപ്പോസൽ അവിടെ വയ്ക്കാം. അപ്പോൾ അഖിലിൻ്റെ പെണ്ണായിട്ട് നിനക്ക് ആ വീട്ടിലേക്ക് കയറാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നക്ഷത്രയെ അരുന്ധതി. വിസ്മയ മരുന്നും പിടിച്ച് നിൽക്കുമ്പോഴാണ് ലക്ഷ്മിയപ്പച്ചി അകത്തേക്ക് വരുന്നത്. തുടർന്ന് വിസ്മയ ബേക്കിലേക്ക് മരുന്ന് ഒളിപ്പിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? എന്നെ കണ്ടപ്പോൾ എന്തോ കള്ളത്തരമുണ്ടല്ലോ, എന്താ പിറകിൽ ഒളിപ്പിച്ചത് എന്ന് ലക്ഷ്മിയപ്പച്ചി തിരക്കുകയാണ്. തുടർന്ന് കൈ നീട്ടാനായിട്ട് പറയുമ്പോൾ ആദ്യം ഒരു കൈ നീട്ടുന്നുണ്ട് വിസ്മയ. തുടർന്ന് മറ്റേ കൈ നീട്ടാൻ പറയുമ്പോൾ പിന്നീട് ആ കൈ മാത്രം നീട്ടുകയാണ് നക്ഷത്രയല്ല വിസ്മയ. അപ്പോൾ എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ട, 2 കൈയും നീട്ടിക്കെന്നും പറഞ്ഞ് ലക്ഷ്മിയപ്പച്ചി പറയുകയാണ്. തുടർന്ന് 2 കൈ നീട്ടുമ്പോൾ ആ കയ്യിലിരുന്ന മരുന്ന് കണ്ടിട്ട് ഇതെന്താണെന്നും പറഞ്ഞ് പിടിച്ചു വാങ്ങുകയാണ് അപ്പച്ചി. അന്നേരം പെട്ടെന്ന് അരുന്ധതിയെ തിരികെ വാങ്ങിച്ചിട്ട് ശബ്ദം ക്ലിയർ ആക്കാനുള്ള മരുന്നാണെന്ന് പറയുന്നു. ആണോ? എങ്കിൽ കുറച്ച് എനിക്ക് തന്നേ, എൻ്റെ ശബ്ദം അത്ര ക്ലിയർ അല്ല എന്ന് ലക്ഷ്മിയപ്പച്ചി പറയുകയാണ്. 40 വയസ്സിന് മേലെ പ്രായമുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല, തൊണ്ടയിൽ നീര് വരുമെന്ന് അരുന്ധതി പറയുകയാണ്. ആണോ? എങ്കിൽ പിന്നെ എനിക്ക് വേണ്ട, നിങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട് വാന്നും പറഞ്ഞ് ലക്ഷ്മിയപ്പച്ചി പോകാൻ തുടങ്ങുമ്പോൾ ഒരുങ്ങി റെഡിയായിക്കൊണ്ടിരുന്ന ശ്യാമ വന്ന് ഡോർ മുട്ടുകയാണ്. തുടർന്ന് ലക്ഷ്മിയപ്പച്ചി ആരാണെന്ന് തിരക്കുമ്പോൾ ഓർക്കസ്ട്രക്കാരാണെന്ന് പറയുന്നു. എങ്കിൽ അവരും വന്നിട്ടുണ്ടോ, ഞാനിന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ലക്ഷ്മിയപ്പച്ചി പോയി ഡോർ തുറക്കാൻ പോകുമ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങൾ പുറകെ എത്തിക്കോളാമെന്ന് പറഞ്ഞ് ലക്ഷ്മിയപ്പച്ചിയെ ഒരുവിധം റൂമിൽ നിന്നും പറഞ്ഞു വിടുകയാണ് അരുന്ധതി. ഇതേസമയം നക്ഷത്ര അനന്തവർമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും. കുറേ നേരം അഖില് നക്ഷത്രയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഒറ്റയ്ക്കാണോ വന്നത്, അച്ഛനും അമ്മയും വന്നില്ലേ എന്ന് വസുന്ധര തിരക്കുകയാണ്. US പഠിക്കാൻ പോയത് ഒറ്റയ്ക്കല്ലേ, പിന്നെ വരനാകാൻ പോകുന്ന ആളിൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് പോയാൽ എന്താണെന്നാണ് അവർ ചോദിച്ചതെന്ന് നക്ഷത്ര പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ നല്ല കുട്ടിയെന്ന് ലക്ഷ്മിയപ്പച്ചി പറയുകയാണ്. അത് കേട്ട് ലക്ഷ്മിയപ്പച്ചി ഒന്ന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഐശ്വര്യ. തുടർന്ന് നക്ഷത്ര ആനന്ദവർമ്മയുടെയും വസുന്ധരയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അന്നേരം നല്ല വിനയവും ഗുരുത്വവും ഒക്കെ ഉള്ളവളാണെന്ന് ലക്ഷ്മിയപ്പച്ചി വീണ്ടും പറയുകയാണ്. അത് കേട്ടങ്ങ് ആകെ ദേഷ്യം വരികയാണ് ഐശ്വര്യയ്ക്ക്. ഇതൊക്കെ കണ്ടിട്ട് അരുൺ ഐശ്വര്യയോട് പറയുന്നുണ്ട്, നിന്റെ സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പാണെന്ന്. അതും കൂടിയാകുമ്പോൾ ആകെ അങ്ങ് നന്നായിട്ട് ദേഷ്യം വരികയാണ് ഐശ്വര്യയ്ക്ക്. തുടർന്ന് ആനന്ദവർമ്മ അഖിലിനോട് പറയുകയാണ്, നിന്റെ കൂട്ടുകാരി ആദ്യമായിട്ട് വീട്ടിൽ വന്നിരിക്കുകയല്ലേ, അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. നാണിക്കണ്ട, കൈപിടിച്ച് അകത്തേക്ക് കയറ്റിക്കോന്ന് ആദി പറയുന്നുണ്ട്. അന്നേരം നാണിച്ചു നിൽക്കുകയാണ് അഖിലും നക്ഷത്രയും. തുടർന്ന് ആദി പറയുകയാണ്, നമ്മളൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയേനെന്നും പറഞ്ഞ്. അന്നേരം അത് കേട്ടങ്ങ് എല്ലാവരും ചിരിക്കുന്നുണ്ട്. തുടർന്ന് അരുൺ പറയുകയാണ്, എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. പിന്നീട് അഖിലിൻ്റെ അടുത്തേക്ക് എന്ന് പറയാണ്, കല്യാണത്തിന് മുമ്പ് എല്ലാവരും കാണുകയെ കൈപിടിക്കാൻ കിട്ടുന്ന ആദ്യത്തെ ചാൻസാണ്, അത് നീ കളയണ്ട, ചെല്ലെന്നും പറഞ്ഞ് അഖിലിനെ തള്ളിവിടുകയാണ് അരുൺ. തുടർന്ന് അഖില നക്ഷത്രയെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. പൂജാമുറിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മിയപ്പച്ചി അമൃതയോട് പറയുകയാണ് നിലവിളക്ക് കത്തിക്കാൻ. അന്നേരം അമൃത പറയുകയാണ്, ഐശ്വര്യ ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുകയാണ്, അവളെ കൊണ്ട് നിലവിളക്ക് കത്തിപ്പിക്കാമെന്ന്. അന്നേരം അപ്പച്ചി പറയുന്നുണ്ട്, അത് വേണ്ട, പേര് ഐശ്വര്യ എന്നെങ്കിലും ഒരു ഐശ്വര്യവും ഇല്ലാത്തവളാണ് ഐശ്വര്യ എന്ന്. തുടർന്ന് അമൃതയുടെ നിർബന്ധപ്രകാരം ഐശ്വര്യയെ പോയി വിളിച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്മിയപ്പച്ചി. മോള് വന്നേ, ഐശ്വര്യമായിട്ട് നിലവിളക്ക് കത്തിക്കാനെന്ന്. തുടർന്ന് ഐശ്വര്യ നിലവിളക്ക് കത്തിക്കാനായിട്ട് പോകുമ്പോൾ വസുന്ധര പറയുകയാണ്, ഐശ്വര്യ ഒന്ന് നിന്നേ, നിലവിളക്ക് നക്ഷത്ര തെളിയിക്കട്ടെ എന്ന്.
അത് കേട്ട് അമ്മ കത്തിച്ചാൽ മതിയെന്ന് പറയുകയാണ് നക്ഷത്ര. അന്നേരം വിവാഹം കഴിഞ്ഞാൽ ഈ വീടിന് മുഴുവൻ വെളിച്ചമാകേണ്ടത് നീയാണ്. ഇന്നത്തെ പ്രധാന അതിഥിയും നക്ഷത്രമോളാണ്. അതുകൊണ്ട് മോള് തന്നെ കത്തിച്ചാൽ മതിയെന്ന് വസുന്ധര പറയുകയാണ്. അന്നേരം ഇതും കൂടി ആകെ അങ്ങ് കേൾക്കുമ്പോൾ ആകെ അങ്ങ് അപമാനിതയാവുകയാണ് ഐശ്വര്യ. തുടർന്ന് ഐശ്വര്യയുടെ കയ്യിൽ നിന്നും ആ ദീപം വാങ്ങി വസുന്ധര നക്ഷത്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് നക്ഷത്ര ദീപം നിലവിളക്ക് കത്തിക്കുകയാണ്. അതൊക്കെ അങ്ങ് ദേഷ്യത്തോടു കൂടി പിറകിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ. എല്ലാ സംഭവങ്ങൾക്കുമൊക്കെ ശേഷം ഇവളിവിടെ മരുമകളായിട്ട് വന്നാൽ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക് ഇവളോടായിരിക്കും. ഒരു കാരണവശാലും ഇവൾ അഖിലിൻ്റെ ഭാര്യയെ ഇവിടേക്ക് വരരുതേ, ഇത് മുടക്കാനുള്ള എന്തെങ്കിലും വഴി കാണിച്ചു തരണേന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇതേസമയം അടുക്കളയിൽ നക്ഷത്രയ്ക്കുള്ള ജ്യൂസ് തയ്യാറാക്കുകയാണ് ലക്ഷ്മിയപ്പച്ചി. അന്നേരം അവിടേക്ക് വന്ന അരുന്ധതയും വിസ്മയും കൂടി അപ്പച്ചിയെ പാട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പച്ചി ജ്യൂസുമായിട്ട് പോയാൽ നക്ഷത്ര അപ്പച്ചി ഇവിടുത്തെ വേലക്കാരിയാണെന്നല്ലേ വിചാരിക്കൂ, അത് മോശമല്ലേ? നാളെ ഇവിടെ മരുമകളായിട്ട് കയറി വരുന്നവൾ അപ്പച്ചി ഇവിടുത്തെ മേൽനോട്ടക്കാരിയാണെന്നേ വിചാരിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ കൊണ്ട് കൊടുക്കാം, ഇങ്ങ് തന്നേന്നും പറഞ്ഞ് ആ ജ്യൂസ് അരുന്ധതി വാങ്ങിക്കുന്നുണ്ട്. അന്നേരം അരുന്ധതിയുടെയും വിസ്മയുടെയും ആ സോപ്പിടലിലങ്ങ് വീഴുകയാണ് ലക്ഷ്മിയപ്പച്ചി. തുടർന്ന് ആ ജ്യൂസ് വിസ്മയെ ഏൽപ്പിച്ചിട്ട് ഒരു സെലിബ്രിറ്റി ഗായിക അതിഥിക്ക് ജ്യൂസ് കൊടുക്കുമ്പോൾ അതൊരു ക്രെഡിറ്റ് അല്ലേ, എന്തിനും ഏതിനും അപ്പച്ചിയാണ് ഈ വീട്ടിൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് സോപ്പിടുകയാണ് ലക്ഷ്മിയപ്പച്ചിയെ അരുന്ധതി. അന്നേരം വസുന്ധര ലക്ഷ്മിയപ്പച്ചി എന്ന് വിളിക്കുന്നുണ്ട്. എന്തിനും ഏതിനും എല്ലാവർക്കും വസുന്ധരയ്ക്കും ലക്ഷ്മിയപ്പച്ചി തന്നെ വേണം, അപ്പച്ചി ചെന്നേന്നും പറഞ്ഞു വിടുകയാണ് ലക്ഷ്മിയപ്പച്ചിയെ അരുന്ധതിയും വിസ്മയും കൂടി ചേർന്ന്. തുടർന്ന് നക്ഷത്രയ്ക്കുള്ള ജ്യൂസിൽ ആ മരുന്ന് കലർത്തുന്നുണ്ട് വിസ്മയ. അന്നേരം ഇത് കൂടിപ്പോകല്ലേ, അവൾക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് അന്വേഷണം വരും എന്നൊക്കെ അരുന്ധതി പറയുകയാണ്. അന്നേരം അമ്മ പേടിപ്പിക്കല്ലേ, എനിക്ക് ആകെ ടെൻഷനാണ്, 6 തുള്ളി ആയിപ്പോയി എന്ന് വിസ്മയ പറയുന്നുണ്ട്. അത് സാരമില്ല, നീ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വിസ്മയുടെ മുഖത്തെ വിയർപ്പൊക്കെ തുടച്ചിട്ട് വിസ്മയെ പറഞ്ഞു വിടുകയാണ് ജ്യൂസുമായിട്ട് അരുന്ധതി. തുടർന്ന് വിസ്മയ നക്ഷത്രയ്ക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ ഈ സമയത്ത് ജ്യൂസ് കുടിക്കാറില്ല എന്നും പറഞ്ഞ് നക്ഷത്ര ഒഴിഞ്ഞു മാറുന്നുണ്ട്. അന്നേരം ഞാൻ എന്തായാലും എടുത്തതല്ലേ, കുടിക്കുമെന്ന് പറയുകയാണ് വിസ്മയ. തുടർന്ന് ഞാൻ ആരാണെന്ന് ചിന്തിക്കുകയായിരിക്കും, ഞാനൊരു ഗായികയാണ്, പേര് വിസ്മയ എന്ന് പറഞ്ഞ് വിസ്മയ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം അവിടേക്ക് വന്ന അമൃത പറയുകയാണ്, അങ്ങനെ വെറുതെ ഗായിക എന്ന് മാത്രം പറഞ്ഞാൽ പോലെ കൃഷ്ണനെക്കുറിച്ചുള്ള ഫേമസ് ഗാനങ്ങളൊക്കെ പാടുന്നത് ഈ കുട്ടിയാണെന്നും പറഞ്ഞ് വിസ്മയെ പുകഴ്ത്തി സംസാരിക്കുകയാണ് നക്ഷത്രയുടെ മുന്നിൽ അമൃത. എനിക്ക് ഗായകരെ വലിയ ഇഷ്ടമാണെന്ന് നക്ഷത്ര പറയുകയാണ്. അന്നേരം ഞങ്ങൾക്ക് ഇന്നിവിടെ പ്രോഗ്രാമുണ്ട്, ജ്യൂസ് കുടിക്കുമെന്നും പറഞ്ഞ് ജ്യൂസ് നക്ഷത്ര ഏൽപ്പിച്ചിട്ട് അഖിൽ അങ്ങോട്ട് വരുമ്പോഴേക്കും വിസ്മയ പോകുന്നുണ്ട്. തുടർന്ന് അഖിൽ വരുന്നത് കണ്ട് ജ്യൂസ് മേശപ്പുറത്ത് വച്ചിട്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ് നക്ഷത്ര. നക്ഷത്രയെ വിളിച്ചു വരുത്തിയിട്ട് നീ ഇതെവിടെ പോയതാ, നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് പരിചയപ്പെടാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ചടങ്ങെന്ന് പറഞ്ഞിട്ട് അഖിലിനെയും നക്ഷത്രയും ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്നും അമൃതയും പോവുകയാണ്. ഇനി എന്താ ഇത്ര പരിചയപ്പെടാനുള്ളത് എന്നും പറഞ്ഞ് അഖിൽ നിൽക്കുമ്പോൾ ജ്യൂസ് അഖിലിന് കൊടുക്കുകയാണ് നക്ഷത്ര. അന്നേരം നക്ഷത്ര കുടിക്കാനായിട്ട് പറയുന്നു. അന്നേരം ഞാൻ ആദ്യമായിട്ട് തരികയല്ലേ, നോ എന്ന് പറയരുതെന്ന് നക്ഷത്ര പറയുമ്പോൾ അത് വാങ്ങി അഖിൽ കുടിക്കുന്നു. എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് നക്ഷത്ര തുടർന്ന് പറയുകയാണ്. അന്നേരം ഇഷ്ടമില്ലാത്തതൊക്കെ ഞാൻ കഴിച്ചോട്ടെ എന്നും പറഞ്ഞ് അഖിൽ ചിരിക്കുന്നുണ്ട്. അന്നേരം ഗ്ലാസ് തിരികെ നക്ഷത്രയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അഖിൽ. അതേസമയം കിച്ചണിൽ നിന്ന് നോക്കുന്ന വിസ്മയ കാണുമ്പോൾ നക്ഷത്രയുടെ കയ്യിൽ കാലി ഗ്ലാസ് ഇരിക്കുന്നതാണ്. അന്നേരം അത് നക്ഷത്ര കുടിച്ച് കാണുമെന്ന് വിസ്മയ കരുതുന്നു. ഇനി നിന്റെ ആട്ടം തുടങ്ങിക്കോ മോളെ എന്ന് വിസ്മയ സ്വയം പറയുകയാണ്. തുടർന്ന് സന്തോഷത്തോടു കൂടി വിസ്മയ ചെന്ന് അരുന്ധതിയോട് പറയുന്നുണ്ട്, അവളിപ്പോൾ അത് മുഴുവനും കുടിച്ച് കാണാം, നമ്മുടെ പ്ലാൻ സക്സസ് ആയെന്ന്. അന്നേരം സന്തോഷിക്കുകയാണ് അരുന്ധതിയും. നീ വീഡിയോ മൊത്തം എടുത്തോളണം, നക്ഷത്രയുടെ ആടിയുലഞ്ഞുള്ള പെർഫോമൻസ് മുഴുവൻ നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് രസിക്കാമെന്നൊക്കെ അരുന്ധതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടത്തണ്ടേ എന്ന് വിസ്മയ തിരക്കുന്നുണ്ട്. നക്ഷത്രയുടെ ആടിയുലഞ്ഞുള്ള പെർഫോമൻസൊക്കെ കുളമായാൽ പിന്നെ പ്രോഗ്രാം ചിലപ്പോൾ അവതരിപ്പിക്കേണ്ടി വരില്ല, എന്നാലും നമുക്ക് റെഡിയായി നിൽക്കാമെന്ന് അരുന്ധതി പറയുകയാണ്. തുടർന്ന് അരുന്ധതി ശ്യാമയെ ഫോൺ ചെയ്യുകയാണ്. ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ നക്ഷത്രയിലാണ്, നീ ടെറസിലേക്കുള്ള ആ സൈഡിലേക്ക് വന്നാൽ മതി, എപ്പോഴകത്തേക്ക് കയറണം എന്നൊക്കെ ഞാൻ പറയാം, പെട്ടെന്ന് റെഡിയായി ഇറങ്ങാനായിട്ട് അരുന്ധതി ശ്യാമയോട് പറയുന്നു. അന്നേരം ഓക്കെ ഒക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ശ്യാമ. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്